ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു ചക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എൻ്റെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ചക്ക ഉപ്പേരിയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പച്ച ചക്കയായിരുന്നു. അത്യാവശ്യം ചെറിയൊരു വലിപ്പമുള്ള ചക്കയായിരുന്നു. അത് ഞാനും ഉമ്മച്ചിയും എൻ്റെ 2 കുഞ്ഞുങ്ങളും കൂടി കഴിച്ചിരുന്ന് വെട്ടി പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അതിൻ്റെ പൊല്ലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ആദ്യം ഇതേ കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊല്ലയും ഇതൊക്കെ കളഞ്ഞ് തൊലിയും, അതായത് അതിൻ്റെ കഴമ്പും കുരുവും മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ ഉച്ചക്കേക്ക് നമുക്ക് ഇന്നത്തേക്ക് കറിക്ക് ആവശ്യമുള്ള കുറച്ചേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ ചെറുതായി അരിഞ്ഞ് ഒന്ന് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ക്ലീൻ ചെയ്ത്, അതായത് ഇങ്ങനെ വൃത്തിയാക്കി എടുത്തു. അതിന് ശേഷം നമ്മളിങ്ങനെ ചെറുതാക്കി ചക്കക്കുരുവും അടക്കം ഇങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് ഒരു കുക്കറിലിട്ട് ജസ്റ്റ് ഒരു വിസിലടിച്ച് എടുക്കുകയാണ് ചെയ്തത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അധികം കുറുകി പോവാതെ നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, ചെറുതാക്കി എഴുതിയ ഇഞ്ചി, സവാള, വേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോന്നോരോന്നായിട്ടിട്ട് സോട്ട് ചെയ്തെടുത്തു. ഇഞ്ചി, പച്ചമുളക്, അതുപോലെ അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വേപ്പിലയും ഉണക്കമുളകും ഇട്ടൊന്ന് ഇതാക്കിയിട്ട് സവാള ഇട്ട് വഴറ്റുകയാണ് ചെയ്തത്. നമ്മൾ 2 സവാളാണ് ഇതിനായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ ഷെയ്ഡിൽ വരും. അതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി സവാള നല്ലപോലെ ബ്രൗൺ ഷെയ്ഡായി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ഒരു പിടി തേങ്ങ ചിരണ്ടിയത് ഇടാം. എന്നിട്ട് ഈ സവാളയിലോട്ട് നമുക്ക് ഈ തേങ്ങ ചിരണ്ടിയത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് അതും നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇടാം. നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണോ മുളക് പൊടി വേണ്ടത് അത് നമുക്ക് ഇടാം. ഇവിടെ ഉമ്മച്ചി ഒരു 2 ടേബിൾ സ്പൂൺ മുളകും പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ മുളകും പൊടി ഇതിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണക്ക മാറുവോളം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മുളകും പൊടി ഇട്ടതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ, അതായത് നമ്മുടെ ചക്കച്ചോളയും അതിൻ്റെ കുരുവും കൂടി വേവിച്ച് വെച്ചത് നമുക്ക് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് വെള്ളമൊഴിച്ച് വേവിക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ട. ആ മസാലയൊക്കെ ആ ചക്കയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു ഇച്ചിരി നേരം മൂടി വെച്ചാൽ മതിയാവും. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. അത് നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. നമ്മൾ ഉമ്മച്ചി നല്ലൊരു കുക്കാണ്. അതേപോലെ തന്നെ പുള്ളിക്ക് ഇതേപോലെ പച്ചച്ചക്ക കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അവിടെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചക്ക ഉണ്ടെങ്കിൽ ചക്കപ്പുഴുക്കും മറ്റും ഒക്കെ പുള്ളിക്കാരി ഉണ്ടാക്കാറുണ്ട്. നമ്മളിത് കഴിഞ്ഞ് ചോറ് കൂട്ടി തിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.